ഡിഫറൻസിയേഷൻ്റെ കുറച്ച് റൂൾസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഡെറിവേറ്റീവ്സിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ ഈ റൂൾസ് യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുക. ഡെറിവേറ്റീവ് കാണാനുള്ള പ്രോബ്ലംസ് എല്ലാം ഇനി റൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ റൂള് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കറിയാവുന്നത് തന്നെയാണ്, ഓൾറെഡി പ്ലസ് ടുവിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അത് 0 ആണ്. So if c is a constant, then d by dx of c equal to 0. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ d by dx of 5 ഒരു കോൺസ്റ്റൻ്റ് ആണ്, 0. then d by dx of 1 minus 1 by root 3. 1 by root 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0. then d by dx of pi അതും ഒരു കോൺസ്റ്റൻ്റ് ആണ്, സോ അതിൻ്റെ ഡെറിവേറ്റീവും 0 ആണ്. സോ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0, അതാണ് നമ്മുടെ ആദ്യത്തെ റൂള്. ദെൻ സെക്കൻഡ് റൂൾ, പവർ റൂൾ ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. പവർ റൂൾ ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പം അതിന് പറയുന്നത് ഇഫ് n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ, ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നു, ഇഫ് n ബിലോങ്സ് ടു z പ്ലസ്, then d by dx of x raised to n equal to n into x raised to n minus 1. ആക്ച്വലി ഇത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന് മാത്രമുള്ള റൂളൊന്നല്ല, നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനും അതുപോലെ എനി റിയൽ നമ്പേഴ്സിനും നമുക്ക് ഈ റൂള് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇവിടെ ആദ്യം പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന് വേണ്ടി ആ റൂൾ ആദ്യം കൊണ്ടുവരുന്നു എന്ന് മാത്രം. ഇതേ റൂൾ തന്നെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനും പിന്നീട് എനി റിയൽ നമ്പറിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണ്. d by dx of x raised to n, അത് n into x raised to n minus 1. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ d by dx of x സ്ക്വയർ, അപ്പോൾ അവിടെ എന്നിൻ്റെ പ്ലേസിൽ 2 ആണ്, സോ 2 into x raised to 2 minus 1. സോ 2x എന്ന് കിട്ടും. x raised to 1 അത് x. ഇനി ഇപ്പോൾ d by dx of x raised to 10, അപ്പോൾ n equal to 10 ആണ്, സോ 10 into x raised to 10 minus 1, സോ 9. ഇനി d by dx of x ഒരു സ്പെഷ്യൽ കേസാണ്. ഇവിടെ n 1 ആണ്, സോ 1 into x raised to 1 minus 1, സോ 1 into x raised to 0. x raised to 0 1 ആയതുകൊണ്ട് 1 into 1 equal to 1. സോ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 1 ആണ്. ഓക്കെ, പിന്നെ ഈ കൂടുതൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും, ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സിലെല്ലാം വരുന്നതായിരിക്കും. ആദ്യം ചെറിയ എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രം. ഇനി മൂന്നാമത്തെ റൂള്, ദ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ, റൂൾ 3. the constant multiple rule. അപ്പോൾ ആ റൂളിൽ പറയുന്നത് ഇഫ് യു ഈസ് എ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഓഫ് എക്സ്, അതായത് യു എന്നുള്ളത് ഏതെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ എന്ന് വെച്ചാൽ അതിന് ഡെറിവേറ്റീവ് ഉണ്ടെന്നാണ് അർത്ഥം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് യു എന്ന് വിചാരിക്കുക. യു എന്നുള്ളത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, കോൺസ്റ്റൻ്റ് അല്ല. ഇഫ് യു ഈസ് എ ഡിഫറൻഷ്യബിൾ, അതിന് പകരം എഫ് എന്ന് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ഇഫ് എഫ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് സി ഈസ് എ കോൺസ്റ്റൻറ്റ്, then d by dx of c into u, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ c ഇൻറ്റു d by dx of u. കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് ആ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇതാണ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പവർ റൂളും കോൺസ്റ്റൻറ്റിൻ്റെ റൂളും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വരുന്നത് മാത്രം പറയാം. ഇപ്പോൾ d by dx of 4x raised to 5, അപ്പോൾ ഇവിടെ സിയുടെ പ്ലേസിൽ 4 ആണ്, സോ വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു അവിടുത്തെ യു ഓഫ് എക്സ് എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് എക്സ് റേസ് ടു 5 ആണ്.
സി എന്നുള്ളത് 4 ആണ്. സോ 4 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5. എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5 ഇൻറ്റു എക്സ് റേസ് ടു 5 മൈനസ് 1. സോ 5 ഇൻറ്റു എക്സ് റേസ് ടു 4. അപ്പോൾ 4 ഇൻറ്റു 5 20 എക്സ് റേസ് ടു 4 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂള് നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെയും ഫങ്ഷൻസ് വരും. ഇപ്പോൾ തൽക്കാലം പവർ റൂൾ ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രം പഠിച്ചത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കേസ് എടുത്തു എന്ന് മാത്രം. ഇനി ഫങ്ഷൻ ഓഫ് എക്സ്, ഇനി ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഓഫ് എക്സിന് നമുക്കിത് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, നാലാമത്തത് സം റൂൾ. അപ്പോൾ അവിടെ പറയുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നില്ല. യു എന്നുള്ളത് ഒരു ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഓഫ് എക്സ്, അതുപോലെ വി എന്നുള്ളത് അനദർ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വി ഡിഫറൻഷ്യബിൾ ആകുമെന്നും ഡി ബൈ ഡി എക്സ് ഓഫ് യു പ്ലസ് വി എന്നുള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ് യു പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി. ഇതിപ്പോൾ പ്ലസിന് പകരം മൈനസ് ആണെങ്കിലും നമുക്ക് പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതാവുന്നതാണ്. ഇപ്പോൾ സം റൂൾ ആയതുകൊണ്ട് ഞാൻ മൈനസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ യു എന്നുള്ളത് ഏതോ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഓഫ് എക്സ്, വിയും അനദർ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഓഫ് എക്സ്. സോ അവരുടെ സമ്മിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. യു പ്ലസ് വിയും ഡിഫറൻഷ്യബിൾ ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ടൈമിൻ്റെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഇതിപ്പോൾ രണ്ട് ഫങ്ഷൻസിൻ്റെ കേസിലല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഫങ്ഷൻസിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇപ്പോൾ യുവും വിയും ഡബ്ല്യൂയും ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്നുള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ് യു പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡബ്ല്യു. ഓക്കെ, ഇപ്പം അതിൻ്റെ സ്പെഷ്യൽ കേസാണ് നേരത്തെ പറഞ്ഞ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് യു. അപ്പോൾ അവിടെ സി എന്നുള്ളത് -1 ആണ്, എന്നുള്ളത് മൈനസ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു. -1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു മൈനസ് യു എന്നുള്ളത് -1 ഇൻറ്റു യു ആണ്. സോ സിക്ക് പകരം -1 എടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഡി ബൈ ഡി എക്സ് ഓഫ് യു. നേരത്തെ പറഞ്ഞ റൂൾ 3യുടെ ഒരു സ്പെഷ്യൽ കേസാണ്. നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. സം റൂള് ഫൈൻ ദ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫൈൻ ഡി ബൈ ഡി എക്സ് ഓഫ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. എക്സ് റേസ് ടു 4 പ്ലസ് 12x. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. സോ ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 4 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 12x. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എക്സാമിന് സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമില്ല. ആദ്യത്തെ പ്രോബ്ലമൊക്കെ ആയതുകൊണ്ട് സ്റ്റെപ്പ് എഴുതുന്നു എന്ന് മാത്രം. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 4. ഇവിടെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സം റൂൾ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ദെൻ 12 കോൺസ്റ്റൻ്റ് ആണ്. 12 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഓക്കെ, എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x³ 12 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ 4x³ പ്ലസ് 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് എഴുതാവുന്നതാണ്. ഇത്ര സ്റ്റെപ്പുകളുടെ ഒന്നും ആവശ്യമില്ല. എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x³ ആണ്. 12xൻ്റെ ഡെറിവേറ്റീവ് 12 ഒരു കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ഡയറക്റ്റ് എഴുതിയാലും മതി. ഒന്ന് സ്റ്റെപ്പൊക്കെ ആയിട്ട് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ദ ഫങ്ഷൻ y വിത്ത് റെസ്പെക്ട് ടു എക്സ്. y തന്നിട്ടുണ്ട് x³ പ്ലസ് 4/3x² മൈനസ് 5x പ്ലസ് 1. അപ്പോൾ ഇവിടെ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ്. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് dy ബൈ ഡി എക്സ്. ഈ ഒരു നൊട്ടേഷൻ ഉപയോഗിക്കുന്നു. ഓരോ ടൈമിനെയും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇനി സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്നില്ല. x³ ഡെറിവേറ്റീവ് 3 ഇൻറ്റു x². ഇനി ഇവിടെ 4/3 കോൺസ്റ്റൻ്റ് ആണ്. x² ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. അപ്പോൾ 2x. എക്സ് റേസ് ടു 2 മൈനസ് 1 എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 1. ദെൻ -5 ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ് -5. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ദെൻ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ കൂടെ വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0.
നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3x² മൈനസ് 8/3 പ്ലസ് 8/3x മൈനസ് 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സം റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനിയൊരു അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡസ് ദ കർവ് y equal to x raised to 4 minus 2x² plus 2 have any horizontal tangents? If so, where? അപ്പോൾ നമുക്കിവിടെ ഒരു കേർവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതെന്തിൻ്റെ ഗ്രാഫാണെന്നൊന്നും നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഒരു കേർവ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കേർവിലെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എല്ലാ പോയിന്റ്സിലും ടാൻജൻസ് കണ്ടുപിടിക്കാവുന്നതാണ്. ആ ടാൻജൻസ് കണ്ടുപിടിക്കുമ്പോൾ ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിനോട് പാരലൽ ആവണം. അപ്പോൾ അതിന് എവിടെയൊക്കെയാണ് ഹൊറിസോണ്ടൽ ടാൻജൻസ് ഉണ്ടാവുമോ, ഉണ്ടെങ്കിൽ അത് എവിടെയൊക്കെയാണ്, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് 0, അപ്പോഴാണ് ടാൻജൻ ലൈൻ ഹൊറിസോണ്ടൽ ആവുക. അതായത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ടാൻ വാല്യൂ, അതാണ് സ്ലോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തീറ്റയാണ് ആ ടാൻജൻ ലൈനും പോസിറ്റീവ് എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഏതോ ഒരു കേർവ്, ആ കേർവിൻ്റെ ഒരു പോയിന്റിലെ ടാൻജൻ ലൈൻ നമ്മുടെ എക്സ് ആക്സിസ്. സോ ഇതും പോസിറ്റീവ് എക്സ് ആക്സിസും തമ്മിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിളിലുള്ള ഡയറക്ഷനിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് വിചാരിക്കുക. ദെൻ ടാൻ തീറ്റയാണ് അതിൻ്റെ സ്ലോപ്പ്. അപ്പോൾ ഹൊറിസോണ്ടൽ ടാൻജൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിനോട് പാരലൽ ആവുക, ടാൻജൻ ലൈൻ എക്സ് ആക്സിസിനോട് പാരലൽ ആവുക എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആംഗിൾ അവിടെ 0 ആയിരിക്കും, ടാൻ തീറ്റ 0 ആയിരിക്കും. നമ്മൾ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കർവിൻ്റെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുക ഈ ടാൻ വാല്യൂ അല്ല. നമ്മൾ കർവിൻ്റെ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റിൽ ആയാലും ഇപ്പം ഇനി എക്സിലുള്ള ആ കർവിലുള്ള ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് കാണാൻ ജസ്റ്റ് dy/dx കണ്ടാൽ മതി. ഇനി ഏത് പോയിന്റിലാണോ കാണേണ്ടത്, ഇപ്പോൾ x = 1 കാണേണ്ടതെന്ന് വെച്ചാൽ dy/dx കണ്ടിട്ട് അതിൽ എക്സിന് പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ കിട്ടും. അതാണ് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കർവിലുള്ള പോയിന്റിലെ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ്. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ടാൻജൻ്റ് ആവാനുള്ള കണ്ടീഷൻ അത്ര ഓർത്തിരുന്നാൽ മതി. അതിൻ്റെ ഡെറിവേറ്റീവ് dy/dx 0 വരുന്ന പോയിന്റ്സിൽ അവിടെയാണ് ഹൊറിസോണ്ടൽ ടാൻജൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് dy/dx 0 വരിക എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ജസ്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക, dy/dx. അപ്പോൾ നമുക്കറിയാം x⁴ ഡെറിവേറ്റീവ് 4 × x³ ആണ്. ദെൻ 2x² ഡെറിവേറ്റീവ് 2 കോൺസ്റ്റൻ്റ് ആണ്, x² 2x. ഞാൻ സ്റ്റെപ്പായിട്ട് എഴുതാം. 2 × x² ഡെറിവേറ്റീവ് 2x. സോ 4x³ മൈനസ് 4x എന്ന് കിട്ടും. അപ്പോൾ ഇനി dy/dx 0 വരുന്ന എക്സ് വാല്യൂസ് സോൾവ് ചെയ്യുക. അപ്പോൾ അതായത് 4x³ മൈനസ് 4x = 0. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്കിതിൽ കോമൺ ആയിട്ട് 4x ഉണ്ട്, x². 4x ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി x² ആണ്. 4x × x² ആണ് 4x³. ദെൻ 4x × -1 ആണ് -4x. സോ ബാക്കി അവിടെ ഉണ്ടാവുക x² -1 ആണ് ഉണ്ടാവുക =0. ഇനി നമുക്കറിയാം രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, രണ്ട് ക്വാണ്ടിറ്റിയുടെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ a = 0 അല്ലെങ്കിൽ b = 0 അല്ലെങ്കിൽ രണ്ടും 0. അപ്പോൾ ഇതിൽ നിന്നും 4x = 0 or x² - 1 = 0. 4x 0 ആവണമെങ്കിൽ x 0 ആവണം. അപ്പോൾ x = 0 or x² = 1. x = 0 or x² = 1 വരുന്ന രണ്ട് x വാല്യൂസ് ഉണ്ട്. x = +or-1. 1ൻ്റെ സ്ക്വയറും 1 ആണ്, -1ൻ്റെ സ്ക്വയറും 1 ആണ്. സോ അവിടെ x = +or-1. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് x 0 ആകുമ്പോൾ
ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കേവിലുള്ള പോയിന്റിൽ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് 0 ആവും. അതുപോലെ 1 ആകുമ്പോഴും -1 ആകുമ്പോഴും ഒക്കെ നമുക്ക് ഈ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് 0 കിട്ടും. അപ്പോൾ ഹൊറിസോണ്ടൽ ടാൻജന്റ് ആയിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ ടാൻജൻസ് കറസ്പോണ്ടിങ് ടു x ഈക്വൽ ടു 0, അതല്ലെങ്കിൽ x ഈക്വൽ ടു 1, അതും അല്ലെങ്കിൽ x ഈക്വൽ ടു -1. ഇപ്പോൾ ഈ 3 എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടും കേവിലുള്ള പോയിന്റ്സിൽ അവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആ പോയിന്റ് പറയണമെന്നുണ്ടെങ്കിൽ പോയിന്റ്സ് കേവിലെ പോയിന്റ് എന്ന് വെച്ചാൽ ഓർഡേഡ് പെയർ XY, അതല്ലെങ്കിൽ ഓർഡേഡ് പെയർ x, f(x) ഈ ഒരു ഫോർമാറ്റിലാണ് y ഈക്വൽ ടു f(x) എടുക്കുകയാണെങ്കിൽ ഓർഡേഡ് പെയർ XY എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ആ കേവിലെ പോയിന്റ്സ് നമുക്ക് പറയണമെങ്കിൽ അതിനെ എക്സും വൈയും കോർഡിനേറ്റ്സ് വേണം. ഇവിടെ x കോർഡിനേറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x 0 ആകുമ്പോൾ y എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം അതിനു വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, y ഈക്വൽ ടു x⁴ മൈനസ് 2x² പ്ലസ് 2. അതിൽ എക്സിന് പകരം 0 എന്ന് കൊടുക്കുക. അപ്പോൾ y ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതേപോലെ x 1 ആകുമ്പോൾ y എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 1⁴, ഇതിൽ എക്സിന് പകരം 1 കൊടുക്കുക. 1⁴ മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 2. അപ്പോൾ -2 പ്ലസ് 2 ക്യാൻസൽ ആകും. ബാക്കി അവിടെ ഉണ്ടാവുക 1 ആണ്. അപ്പോൾ x 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. ദെൻ ഒരു വാല്യൂ കൂടി ഉണ്ട്, x -1 ആകുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. -1⁴ 1 വരും. 2 ഇൻറ്റു -1², അപ്പോൾ അത് -1² 1 ആണ്. അപ്പോൾ -2 എന്ന് വരും. -2 ഇൻറ്റു 1 -2 എന്ന് വരും. പ്ലസ് 2 അത് ക്യാൻസൽ ആവും. നേരത്തെ പോലെ തന്നെ വൈയുടെ വാല്യൂ 1 എന്ന് കിട്ടും. സോ ഹൊറിസോണ്ടൽ ടാൻജൻസ് വരുന്ന കേവിലെ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേഡ് പെയർ 0,0 അല്ല 0,2, ദെൻ -1,1, ഓർഡേഡ് പെയർ 1,1, ദെൻ -1,1. ഈ 3 പോയിന്റ്സിലാണ് ആ കേവിന് ഹൊറിസോണ്ടൽ ടാൻജൻസ് ഉണ്ടാവുക. ഓക്കെ.